മാൻ ഓഫ് ദ മൊമെന്റ് അത് തന്നെയാണ് വൈഭവ് സൂര്യവംശി എന്ന ആ കുഞ്ഞു താരത്തിന്റെ 15-കാരന്റെ ഒരു അത്യുഗ്രൻ പ്രകടനം. അത് തന്നെയാണ് ഈ മത്സരം രാജസ്ഥാന് അനുകൂലമാക്കി മാറ്റിയത്. വൈഭവിന്റെ ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് ആണ് ഈ എലിമിനേറ്റർ പോരാട്ടത്തിൽ കണ്ടത്. 29 പന്തിൽ നിന്ന് 12 സിക്സും 5 ഫോറും ഉൾപ്പെടെ 97 റൺസാണ് വൈഭവ് അടിച്ചുകൂട്ടിയത്. ഒരുപക്ഷെ IPL ചരിത്രത്തിലെ അതിവേഗ സെഞ്ചുറിയുടെ റെക്കോർഡ് തലനാരിഴയ്ക്ക് അല്ലെങ്കിൽ കയ്യെത്തും ദൂരെ നഷ്ടമായതിൻ്റെ ഒരു നിരാശയുണ്ടായിരുന്നെങ്കിൽ പോലും ടീമിന് ആവശ്യമായ സ്കോറിലേക്ക് കൊണ്ടുപോകാൻ ഈ വൈഭവിൻ്റെ ഈ വെടിക്കെട്ട് ഇന്നിങ്സിനായി 8 വിക്കറ്റ് നഷ്ടത്തിലാകെ 243 റൺസാണ് രാജസ്ഥാൻ സ്കോർ ചെയ്തത്. ധ്രുവ് ജൂറലിൻ്റെ അർദ്ധ സെഞ്ചുറിയും ഇതിന് രാജസ്ഥാനെ സഹായകരമായി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഹൈദരാബാദിൻ്റെ പ്രധാനപ്പെട്ട ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തിയതാണ് തിരിച്ചടിയായത്. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ നേരിട്ട 2-ാം പന്തത്തിൽ തന്നെ 0-ന് പുറത്തായി. പിന്നീട് ഇഷാൻ കിഷൻ നല്ല തുടക്കം കിട്ടിയെങ്കിലും അത് മുതലെടുക്കാനായില്ല. ഒപ്പം തന്നെ ട്രാവിസ് ഹെഡും ഹെൻറിച്ച് ക്ലാസനും കൂടി നിരാശപ്പെടുത്തിയതോടുകൂടി ഹൈദരാബാദിന്റെ പതനം പൂർത്തിയാവുകയായിരുന്നു. നിതീഷ് കുമാർ റെഡ്ഡിയും സലീലും എല്ലാം തന്നെ ഒരു തരത്തിൽ പൊരുതിയെങ്കിൽ പോലും അവർക്ക് 196 വരെ എത്താനേ സാധിച്ചുള്ളൂ. ഇതോടുകൂടി ഈ തോൽവി നേരിട്ടതോടുകൂടി ഹൈദരാബാദിന്റെ കിരീട സ്വപ്നങ്ങളും അല്ലെങ്കിൽ IPL സീസണും അവസാനിക്കുകയാണ്. അതേസമയം രാജസ്ഥാൻ ജയത്തോടുകൂടി 2-ാം ക്വാളിഫയറിന് യോഗ്യത നേടി. വെള്ളിയാഴ്ച നടക്കുന്ന 2-ാം ക്വാളിഫയറിൽ ആദ്യ ക്വാളിഫയറിൽ തോറ്റ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് എതിരാളികളായി രാജസ്ഥാന് വരിക. ആ മത്സരം ജയിക്കുകയാണെങ്കിൽ ഫൈനലിൽ ഈ ജയിക്കുന്ന ടീമിന് ബംഗളൂരുവിനെ നേരിടാനാകും. അവിടെയാണ് കിരീട ജേതാക്കൾ ആരെന്ന് നിശ്ചയിക്കപ്പെടുക. അമൃത. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.